ക്രീസിന് പുറത്തെ കരുണയുള്ള ക്രിക്കറ്റേഴ്സ്. കളിക്കളത്തിൽ നിന്ന് നേടുന്ന കോടികൾ കരുണയുടെ വഴിയിൽ ചിലവഴിക്കുന്ന കുറേയധികം ക്രിക്കറ്റേഴ്സ് നമുക്കുണ്ട്. അവർ ആരൊക്കെയെന്ന് നോക്കിയാലോ? സച്ചിൻ ടെണ്ടുൽക്കർ. കളിക്കളത്തിലെ ശാന്തത, കളത്തിന് പുറത്തെ ഭൂതദയ എന്നീ സവിശേഷതകളാൽ നിറഞ്ഞതാണ് സച്ചിൻ എന്ന ക്രിക്കറ്ററേക്കാൾ ഉപരി മനുഷ്യസ്നേഹിയുടെ ജീവിതം. 2003 മുതൽ സച്ചിൻ യുണിസെഫിന്റെ പോളിയോ ബോധവൽക്കരണ ടീമിന്റെ ഭാഗമാണ്. 2011 ക്യാൻസർ ബാധിതരായ കുട്ടികൾക്കുള്ള ഭക്ഷ്യസമാഹരണത്തിനായി 135 ലക്ഷം രൂപ, അതായത് 1.35 കോടി രൂപ സച്ചിൻ സംഭാവനയായി നൽകി. 2013 മുതൽ യുണിസെഫിന്റെ സൗത്ത് ഏഷ്യയിലെ ഗുഡ്വിൽ അംബാസഡറാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അപനാലയ എന്ന സംഘടന വഴി വർഷം 200ഓളം കുട്ടികളുടെ സംരക്ഷണവും ക്രിക്കറ്റിലെ ദൈവം ക്രീസിന് പുറത്ത് നടത്തി ആ പേര് ജീവിതത്തിലും അന്വർത്ഥമാക്കുന്നു. വിരാട് കോഹ്ലി. ക്രിക്കറ്റിലെ കിങ് ബൗണ്ടറിക്കപ്പുറം കരുണയുടെ കിങ് ആണ്. വിശപ്പിനെതിരെ പോരാടുക എന്ന ലക്ഷ്യത്തിൽ 2014 വിരാട് കോഹ്ലി ഫൗണ്ടേഷൻ അഥവാ VKF എന്ന ചാരിറ്റി സംഘടന സ്ഥാപിച്ചു. വർഷം 5000ഓളം നിർധനരായ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സഹായിക്കാൻ VKF ബദ്ധശ്രദ്ധ പുലർത്തുന്നു. വിജയിക്കാനുള്ള തൃഷ്ണ പോലെ കരുണയുടെ ക്രീസിലും കിങ് കോഹ്ലി വിജയിയാകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കൊരു വലിയ പ്രചോദനമാണ്. സ്റ്റീവ് ഓ. ഓർക്കുന്നില്ലേ പഴയ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ സ്റ്റീവ് ഓയെ? ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലുള്ള അനേകം രോഗികൾക്കും സഹായം ആവശ്യമുള്ളവർക്കും സ്റ്റീവ് ഒരു കൈത്താങ്ങാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ നാൾ മുതൽ തുടരുന്ന ഈ സത്കൃത്യം ഇന്നും അഭംഗുരം തുടരുന്നു. സ്റ്റീവ് ഓ ഫൗണ്ടേഷൻ എന്ന പേരിൽ അപൂർവ രോഗത്താൽ വലയുന്ന മനുഷ്യർക്ക് വേണ്ടി ഒരു ചാരിറ്റി സംഘടന ഓസ്ട്രേലിയയിൽ അദ്ദേഹം നടത്തുന്നുണ്ട്. ഗ്ലെൻ മഗ്രാത്ത്. ക്രിക്കറ്റ് ചരിത്രം കണ്ട ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളറിൽ ഒരാളായ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ഗ്ലെൻ മഗ്രാത്തിന് കാരുണ്യത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. മഗ്രാത്തിന്റെ ഭാര്യയുടെ സ്തനാർബുദ മരണത്തെ തുടർന്ന് കഴിഞ്ഞ 6 വർഷങ്ങളിലായി സ്തനാർബുദ ബാധിതരെ സഹായിക്കുന്നതിനുള്ള കടുത്ത യജ്ഞത്തിലാണ് മഗ്രാത്ത്. നാളിതുവരെ 33,000ഓളം സ്തനാർബുദ ബാധിതരെ സഹായിക്കാൻ ക്രിക്കറ്റ് കേസ് എന്ന മഗ്രാത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയ്ക്കായിട്ടുണ്ട്. ബെൻ സ്റ്റോക്സ്. വിശപ്പിനെതിരെ പോരാടുന്ന ബ്രിട്ടീഷ് ഏഷ്യൻ ട്രസ്റ്റ് എന്ന സംഘടനയുടെ പ്രധാന ഫണ്ടർമാരിൽ ഒരാളാണ് ബെൻ സ്റ്റോക്സ്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും കുട്ടികളെ സഹായിക്കാൻ അദ്ദേഹം പലതവണ കനത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കോവിഡിനെതിരെ പോരാടാൻ ആളും അർത്ഥവുമായി ബെൻ സ്റ്റോക്ക് മുൻനിരയിലുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നടന്ന ഒരു സീരീസിന്റെ മുഴുവൻ പ്രതിഫലവും സംഭാവനയായി നൽകി അദ്ദേഹത്തിന്റെ ഹൃദയവലിപ്പം അദ്ദേഹം പ്രദർശിപ്പിച്ചതാണ്. കരുണയുടെ മുഖമുള്ള ഒരുപാട് കളിക്കാർ നമുക്കിടയിൽ ഇനിയുമുണ്ട്. ഞങ്ങൾ പറയാത്ത പേരുകൾ കമന്റായി കുറിക്കാൻ മറക്കരുത് കേട്ടോ. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.